മൂവിയിലേക്ക് ഒരു എൻട്രി? എനിക്ക് ഓഡിഷൻ ഉണ്ടായിരുന്നു. എനിക്ക് സെയിം. ഞാൻ ഇതിന്റെ കഥ അതിന് മുന്നേ കുറെ മുന്നേ കേട്ടിട്ടുണ്ട്, പക്ഷെ പിന്നെയും ഓഡിഷൻ ചെയ്തിട്ടാണ് കഥ കേട്ടത്. പക്ഷെ പോസ്റ്റർ പോസ്റ്റർ ഡിസൈൻ ചെയ്തല്ല, ഇതിനല്ല ചെയ്തിട്ടില്ല. ഇതിന് വിളിച്ചിട്ടുണ്ട്, എന്നെ പണ്ട് വിളിച്ചിട്ടുണ്ട്, ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, പിന്നെ അഭിനയിക്കാം. പക്ഷെ ഒരെണ്ണം മാറിപ്പോ എങ്ങനെ തോന്നില്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു വന്നത്? എനിക്ക് ആക്ച്വലി മിലിന്ദ് സിറാജ് നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ, പുള്ളി കുമ്പളങ്ങിയിലുണ്ടായി, കുമ്പളങ്ങി അപ്പൊ പുള്ളി ഇങ്ങനെ ഒരു മോട്ടോ ആയിട്ടൊരു ക്യാരക്ടർ വന്നപ്പോ എന്നെ ഓർത്തു. അങ്ങനെ ലവ്ലിയിലെത്തി. എന്നെ ദിലീഷേട്ടനെ വിളിക്കുന്നത്. അപ്പൊ ചേച്ചി ശരിക്കും ചേച്ചിയുടെ പേജ് നോക്കിയപ്പോഴാണ് ഇപ്പൊ നേരത്തെ ലുട്ടാപ്പി എന്ന് പറഞ്ഞപ്പോഴാണ് യോഗയുടെ ഇതിന്റെ പേര് ലുട്ടാപ്പി എന്നാണ്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോ കുഞ്ഞം എസ്തെറ്റിക് കുഞ്ഞമ്മ, അതിന്റെ ബയോയിലാണെങ്കിൽ കുഞ്ഞമ്മയുടെ എസ്തെറ്റിക്സോ സംതിങ് ലൈക്ക് ദാറ്റ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അങ്ങനത്തെ പേരുകളൊക്കെ. അപ്പൊ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു പേരൊക്കെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ലുട്ടാപ്പി തന്നെ ആദ്യം പറഞ്ഞു. ക്വർക്കി ആയിട്ട് പിടിച്ചതാ, ഒരു ഇന്റർനാഷണൽ ക്വർക്കി മിക്സിന് വേണ്ടിട്ട് പിടിച്ചതാ. ഫൺ പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ബയോ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവന്റെ കുഞ്ഞമ്മയുടെ എസ്തെറ്റിക്സ് സംഭവം ഭയങ്കര. ഇപ്പൊ ബ്രഹ്മയുഗത്തിന്റെ പോസ്റ്റർ ആണെങ്കിലും ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ ആ ഐഡിയ ഒക്കെ എവിടെ നിന്ന് വരുന്നത്? നമ്മള് പോസ്റ്റർ ഡിസൈനിങ് ഇരിക്കുമ്പോ കുറെ പണിയെടുക്കണമല്ലേ? ഇങ്ങനെ ഒരു ടീം എഫേർട്ട് ആണല്ലോ, അപ്പൊ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് അതെങ്ങനെയൊക്കെയോ വരുന്ന ഓരോ. ഇപ്പം നമ്മളിപ്പോ പോസ്റ്റർ ഡിസൈനർ എന്നുള്ള ഒരു പോസ്റ്റും കൂടെ ഉണ്ട്, അപ്പാർട്ട് ഫ്രം ദ ഒരു ആക്ടർ എന്നുള്ള സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോ ഒരു മൂവിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ പോസ്റ്റർ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ കുറെ ഐഡിയാസും കുറെ സജഷൻസ് ഒക്കെ വരും. അപ്പൊ നമ്മുടെ ലവ്ലിക്ക് അതിനുവേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ലവ്ലിയുടെ ആദ്യം തൊട്ടേ അതിന്റെ കണ്ടന്റ് ഭയങ്കര രസമായിരുന്നു. അതിന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര നല്ല പ്ലാനിങ് ആണ്. ഇപ്പം ജോണിയും എല്ലായിട്ടും ഇതൊക്കെ നന്നായിട്ട് അത് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കാം, അതിൽ നിന്ന് എന്ത് പഠിക്കാം എന്നാണ് ഞാൻ നോക്കുന്നത്. രസമായിട്ട് എനിക്കങ്ങനെ ഇൻപുട്സ് കൊടുക്കേണ്ട ഉണ്ടായില്ല, അടിപൊളിയായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. അതെ അതെ. ഹാഷ്ലിൻ ചേട്ടാ, നമ്മുടെ പേജ് നോക്കിയ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമുള്ള ആളാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ശരിക്കും ആക്ടിംഗ് ആണോ അതോ ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യാനും ഇഷ്ടമാണോ? എനിക്ക് ബിഹൈൻഡ് ദ ക്യാമറ പാഷനേറ്റ് ആണ്, കുറച്ച് താല്പര്യമുണ്ട്. ആക്ടിങ് ഞാൻ വന്ന് പെട്ടതാ. ഇല്ല, കുമ്പളങ്ങിയില് ഞാൻ റാൻഡംലി സ്കൂളിൽ ഓഡിഷൻ വന്നപ്പോ ശരിക്കും പറഞ്ഞ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പോകാൻ മടിയായ കാരണം ഓഡിഷനിൽ നിന്ന് പെട്ട ഒരു അങ്ങനെ ഓഡിഷനിൽ ചെന്നു. പിന്നെ ഓഡിഷൻ ഉണ്ടായി, ഞങ്ങൾക്ക് കുറച്ച് വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുമ്പളങ്ങിലെത്തി. പിന്നെ ഹോമിൽ ചെറിയ ഫ്ലാഷ് ബാക്ക് സീൻ ചെയ്തു. എക്സിറ്റ് ചെയ്തപ്പോഴാണ് എനിക്കൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ കിട്ടുന്നത്. ആക്ച്വലി അത് കുറച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഹൊറർ അല്ല, ആക്ച്വലി വയലന്റ്, നല്ലൊരു പരിപാടിയായിരുന്നു അത്. അത് OTT വെയിറ്റിംഗ് ആണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ലവ്ലി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട്, അത് ഇങ്ങനെ ഒരു സ്കെയിൽ പടമൊന്നും ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഹാർഡ് വർക്കിന്റെ ഗുണല്ലേ ആണ്. പക്ഷെ ഭാഗ്യം ശരിക്കും ഇപ്പൊ പറഞ്ഞ പോലെ എന്താ പറഞ്ഞേ? അല്ല, ഒരു ഭാഗ്യം. അതെ, ഭാഗ്യം.